അവനെ ദഹിപ്പിക്കാം എന്നൊരു കൂട്ടം ജനങ്ങൾ തൻ്റെ ചുറ്റും നിന്ന് ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. അങ്ങനെ ഭക്തനായ മനുഷ്യനെ ദഹിപ്പിക്കുവാനായി ഒരു കൂട്ടം പട്ടാളക്കാർ വിറകുകൾ അടുക്കി അതിന് നടുവിൽ ഒരു കുറ്റിയിൽ ആണി അടിച്ചു നിർത്തുവാൻ വേണ്ടി തയ്യാറായപ്പോൾ ആ പട്ടാളക്കാരോട് ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എൻ്റെ കൈകളിൽ ആണി അടിക്കണ്ട, ഞാനിവിടെ അനങ്ങാതെ നിന്നോളാം. സ്വയം ദഹിക്കുവാൻ ധൈര്യം നൽകുവാൻ ഇവിടെ നിൽക്കുവാനും എനിക്ക് ധൈര്യം നൽകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആദ്യം ഒന്ന് അമ്പരന്നുവെങ്കിലും അവർ പിന്നീട് അതിനെ സമ്മതിച്ചു. ഭക്തനായ മനുഷ്യന്റെ പേരാണ് പോളികാർപ്പ്. രണ്ടാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ സ്മുർണയിൽ മെത്രാനായിരുന്ന സഭാപിതാവായിരുന്നു പോളികാർപ്പ്. ആദിമ ക്രൈസ്തവ സഭാ നാളുകളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ വളരെയേറെ പ്രധാന സ്ഥാനം തന്നെയാണ് ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഏകദേശം AD 69 155 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, യേശുവിന്റെ പ്രധാന ശിഷ്യനായ യോഹന്നാനുമായിട്ട് ഇദ്ദേഹത്തിന് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നിരിക്കണം എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു അവകാശത്തെ ചെറുപ്രായത്തിൽ തന്നെ പോളികാർപ്പിന്റെ പ്രഭാഷണം ശ്രവിച്ചിട്ടുള്ള ഇരണേവൂസും ഉത്തരാഫ്രിക്കൻ സഭാപിതാവുമായിട്ടുള്ള തെർത്തുല്യനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു അപ്പോസ്തോലിക കൂട്ടായ്മയുടെ, ഒരു പ്രദേശത്തെ കൂട്ടായ്മയുടെ പ്രധാന മൂപ്പനായിരുന്നു അദ്ദേഹം. എല്ലാ ക്രൈസ്തവ സഭാവിഭാഗങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയിരുന്ന, ഒരുപോലെ അംഗീകാരം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. രണ്ടാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ വിരുദ്ധ ചിന്താഗതിക്കാരനായ മാർഷനെ സാത്താന്റെ ആദ്യ ജാതൻ എന്നതായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഒരിക്കൽ മാർഷൻ പോളികാർപ്പിനെ നേരിട്ട് കണ്ടപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഉവ്വ്, സാത്താന്റെ ആദ്യ സന്തതിയെ ഞാൻ തിരിച്ചറിയുന്നു എന്നതായിരുന്നു. ക്രൈസ്തവ വിരുദ്ധ നിലപാടുള്ളവരോട് യാതൊരു നിലയിലും യോജിക്കാത്തതും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തതുമായ ഒരു വ്യക്തിയായിരുന്നു പോളികാർപ്പ്. ഏറെ വധശ്രമങ്ങളെ അതിജീവിച്ച് വയോവൃദ്ധാവസ്ഥയിൽ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാനുമായിട്ട് ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്തുകൊണ്ട് ചില ആദ്യകാല രേഖകൾ ഏകദേശം 3ഉം 6ഉം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതും ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു കോപ്റ്റിക് ഭാഷാ പാപ്പര ശകലത്തില് നമുക്ക് ഇവയെല്ലാം കാണാൻ സാധിക്കും. മാത്രമല്ല, യോഹന്നാന്റെ ആദ്യകാല ശ്രോതാവായ പേപ്പിയസിന്റെ സന്തത സഹചാരിയായിട്ടുള്ള അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസുമായിട്ട് ഇദ്ദേഹത്തിന് കത്തിടപാടുകൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ശിഷ്യൻ എന്ന് അവകാശപ്പെടുന്ന ഇരണേവൂസ് സാക്ഷ്യപ്പെടുത്തുന്നത്. പോളികാർപ്പ് എപ്പോഴാണ്, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആയത് എന്നതിനെ പറ്റി നമുക്ക് ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല. പക്ഷേ രണ്ടാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ ഏഷ്യ മൈനറിലെ സ്മുർണയിൽ അദ്ദേഹം അതിശക്തമായിട്ട് ശുശ്രൂഷകൾ ചെയ്തു പോന്നു വന്നിരുന്നു എന്നതിനെ പറ്റിയുള്ള രേഖകളെല്ലാം നമുക്ക് ഇന്നും ലഭ്യമാണ്. AD 156 ക്രൈസ്തവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പീഡനം ഏഷ്യ മൈനറിൽ വ്യാപിച്ചു. അന്നത്തെ ഭരണാധികാരിയായിരുന്ന മാർക്കസ് ഔറേലിയസ് മുഴുവൻ ക്രൈസ്തവരെയും കൊന്നൊടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ആ ഒരു മരണഭീഷണി പോളികാർപ്പിനും ഉണ്ടായി. അങ്ങനെ തുടർന്ന് താൻ ഒളിവ് ജീവിതത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. രാജാവിന്റെ ഭീഷണി ഭയന്ന് ഒരു അടിമ പോളികാർപ്പിന്റെ ഒളിവ് സങ്കേതത്തെ ഒറ്റുകൊടുത്തു. അങ്ങനെ വയോവൃദ്ധനായ 86 വയസ്സുള്ള പോളികാർപ്പ് താമസിച്ചിരുന്ന തന്റെ ഒളിവ് സങ്കേതം രാജാവിന്റെ കുതിരപ്പട വളഞ്ഞു. തന്നെ പിടിക്കുവാനായി വന്ന പട്ടാളക്കാരിൽ നിന്നും രക്ഷപ്പെടുവാൻ തയ്യാറാകാതെ അവരെ എതിരേൽക്കുകയാണ് അദ്ദേഹം അപ്പോൾ ചെയ്തത്. എന്നിട്ട് അവരോടായിട്ട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: ഒരല്പസമയം നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നൽകി തരണം. ശേഷം രാജപ്രതിനിധിയായിട്ടുള്ള ഫിലിപ്പിന്റെ മുമ്പാകെയാണ്
പോളികാർപ്പിനെ കൊണ്ടു ചെന്ന് നിർത്തിയത്. പോളികാർപ്പിനോട് ഫിലിപ്പ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ നിമിഷം ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണെങ്കിൽ, ക്രിസ്തുവിനെ നിന്ദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ തിരികെ ലഭിക്കും. അതിന് പോളികാർപ്പ് കൊടുത്ത മറുപടി ഇന്നും വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 86 വർഷമായി ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സേവിച്ചു വരുന്നു. അവിടുന്ന് എനിക്ക് ഒരു ദോഷവും ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ എൻ്റെ രാജാവിനെ നിന്ദിക്കാനാണ്? ഞാൻ ഒരു ക്രിസ്തുവിന്റെ അനുയായി തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് തന്റെ ചുറ്റും കൂടി നിന്നിരുന്ന ക്രൈസ്തവ വിരുദ്ധരായ വ്യക്തികൾ, ആളുകൾ, അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു, അവനെ ദഹിപ്പിക്കാം, അവനെ ശിക്ഷിക്കാം. അങ്ങനെ രാജപ്രതിനിധിയായിട്ടുള്ള ഫിലിപ്പിന്റെ നിർദ്ദേശത്തിൽ പട്ടാളക്കാർ വയോവൃദ്ധനായ പോളികാർപ്പിനെ വിറകുകൾ അടുക്കി ഒരു കുറ്റിയുടെ നടുവിലായിട്ട് നിർത്തി അഗ്നിക്കിരയാക്കാണ് ചെയ്തത്. പക്ഷെ അത്ഭുതകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറെ നേരം അഗ്നിയുടെ നടുവിൽ നിന്നിട്ടും ആ അഗ്നിനാളങ്ങൾക്കിടയിൽ കൂടെ സ്വർണ്ണ സമാനമായി തിളങ്ങി നിൽക്കുന്ന പോളികാർപ്പിനെ കണ്ട് ജനം അമ്പരന്നു. തുടർന്ന് തന്റെ മരണം ഉറപ്പിക്കുവാനായി പട്ടാളക്കാരിൽ ഒരുവൻ ഒരു കുന്തമെടുത്ത് തന്റെ മാർവിൽ കുത്തി. അങ്ങനെ ആ മുറിവിൽ നിന്നൊഴുകിയ രക്തം പ്രവഹിച്ചുകൊണ്ട് തന്റെ ചുറ്റും ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ അണഞ്ഞു തുടങ്ങി. പക്ഷെ വീണ്ടും പട്ടാളക്കാർ വിറകുകൾ അടുക്കി തീ കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ആ തീയിൽ ഭക്തനായ മനുഷ്യന്റെ ശരീരം കത്തി അമർന്നു. മരണത്തെ ആത്മധൈര്യത്തോടെ സ്വാഗതം ചെയ്ത ആ ഭക്തനായ മനുഷ്യന്റെ ജീവിതം നമുക്ക് മുൻപിൽ ഒരു പ്രകാശ ഗോപുരമായി നിൽക്കുകയാണ്. കാരണം എത്രയേറെ ശോധന കൂടി കടന്നുപോയാലും താൻ സേവിച്ചു വന്ന ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ആ ക്രിസ്തുവിനായി തന്റെ ജീവനെ നൽകി. പോളികാർപ്പ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ തന്നെയായിരുന്നു.